അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാന്യ സഹോദരങ്ങളെ, പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്ന വിഷയത്തെ പുരസ്കരിച്ചുകൊണ്ടുള്ള അതിബൃഹത്തായ ഒരു വിഷയാവതരണം ഇവിടെ നടന്നു കഴിഞ്ഞു. അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കാനും അതിന് ഉത്തരം കണ്ടെത്താനുമുള്ളൊരവസരം നമ്മളിവിടെ തയ്യാറാക്കി കഴിഞ്ഞു. ഇവിടെ കൂടിയിരിക്കുന്ന എത്രയോ ആളുകൾ നമ്മുടെ നാട്ടിൽ തന്നെ നിറഞ്ഞു നിൽക്കുന്ന പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്ന പ്രവാചകന്മാർ പഠിപ്പിച്ച സിദ്ധാന്തത്തിനെതിരായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ആധികാരികമായി സഹോദരങ്ങളെ, ഇസ്ലാമിക മര്യാദ പാലിക്കുക. ഇസ്ലാമിക മര്യാദ നിങ്ങൾ പാലിക്കാൻ തയ്യാറാകണം. ഇവിടെ ഒരു വിഷയം അവതരിപ്പിക്കുകയും പ്രസ്തുത വിഷയത്തെ പുരസ്കരിച്ചുകൊണ്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയും വേണം എന്ന് പറഞ്ഞിട്ട് പോലും പല പ്രാവശ്യം ആവർത്തിച്ചിട്ടും ചില വ്യക്തികളുടെ പേരുകൾ മാത്രം എടുത്തുദ്ധരിച്ചു കൊണ്ടുള്ള ചോദ്യങ്ങൾ, അത് നമ്മുടെ മാന്യതയ്ക്ക് നിരക്കാതെ പോകുന്നതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്ന വിഷയവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനായിട്ട് വളരെ പ്രാധാന്യപൂർവ്വം വന്ന ആളുകൾ ഇവിടെയുണ്ട്. മടവൂരിസവുമായും അതേപോലെ തന്നെ മടവൂരിസത്തെ ശക്തമായി എതിർക്കുന്ന, പ്രമാണങ്ങൾ കൊണ്ട് എതിർക്കുന്ന കേരള നേതൃത്വത്തിൽ മുജാഹിദീനുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക്, അഥവാ അതിൻ്റെ കൗൺസിൽ, അതിൻ്റെ എക്സിക്യൂട്ടീവ്, അതിൻ്റെ ഏതെങ്കിലും ആധികാരികമായ കേന്ദ്രങ്ങൾ എടുത്തിട്ടുള്ള എന്തെങ്കിലും തീരുമാനങ്ങളിൽ നിങ്ങൾക്ക് സംശയമുണ്ട് എങ്കിൽ ഇതാ ഇസ്ലാഹി സെന്റർ നിങ്ങളെ പരസ്യമായി ക്ഷണിക്കുന്നു. നിങ്ങൾക്ക് അവിടെ വന്നിട്ട് നിങ്ങളുടെ സംശയങ്ങൾ തീർക്കാവുന്നതാണ്. ഇവിടെ വന്നുകൂടിയ എല്ലാ ആളുകളും മടവൂരികളല്ല എന്ന് മനസ്സിലാക്കുക. പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്ന ഈ വിഷയത്തെ മനസ്സിലാക്കാനും അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ദൂരീകരിക്കാനും വേണ്ടിയാണ്. ജിന്നിനോട് പ്രാർത്ഥിക്കാമോ എന്ന പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം വന്നപ്പോൾ പാനലിരിക്കുന്ന പണ്ഡിതന്മാർ അതിന് കൃത്യമായി മറുപടി കഴിഞ്ഞു. പാടില്ല. ഇനി നിങ്ങൾക്ക് ചില വ്യക്തികളുമായി ബന്ധപ്പെട്ടതും കേരള നേതൃത്വത്തിൽ മുജാഹിദീനിന്റെ കൗൺസിലുമായും എക്സിക്യൂട്ടീവുമായും തെരഞ്ഞെടുപ്പുമായും ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യസമേതം വരാം ജുബൈൽ ഇന്ത്യൻ ഇസ്ലാഹി സെന്ററിലേക്ക്. അവിടെ വെച്ച് നിങ്ങളുടെ അതുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ തീർക്കുന്നതാണ്. പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് സഹോദരങ്ങൾക്ക് ചോദിക്കാറുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ചോദിച്ചതിന് ഇവിടെ നിന്ന് ഒരു മറുപടി നൽകുന്നതാണ്. പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ അള്ളാഹു എല്ലാവർക്കും ഹക്ക് ഉൾക്കൊള്ളാനുള്ള, വികാരങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ഹക്ക് ഉൾക്കൊള്ളാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വിഷയബന്ധിതമായി ചോദ്യം ചോദിക്കും.